സ്റ്റാർട്ടിങ് കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ച് ഓട്ടം കൂടിയപ്പോഴാണ് ചെറിയ പ്രശ്നങ്ങൾ വന്ന് കാണിച്ചു തുടങ്ങിയത്. അതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാണ്. ഞാൻ ആദ്യ കാലത്ത് 2020 ഞാൻ ഉപയോഗിക്കുമ്പോൾ പറയും വണ്ടി പൊട്ടിത്തെറിക്കും, പേടിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. മൈലേജ് കുറച്ച് ഷോർട്ടാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ഒരു ഡീസൽ എർട്ടിഗ ഉപയോഗിച്ചിരുന്ന ഒരാളാണ്. മോട്ടോമിത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാരുതിയുടെ എക്കാലത്തെയും മികച്ചൊരു വാഹനമാണ് എർട്ടിഗ എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം ഞാൻ മുന്നൊരു എർട്ടിഗ ഉപയോഗിച്ചിരുന്നു. 2014 മോഡൽ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചൊരു ഡീസൽ വാഹനം, എർട്ടിഗ VDI. മാരുതിയുടെ ഡീസൽ വാഹനങ്ങളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റനൻസും ആണ്. അപ്പോൾ മറ്റു കമ്പനികളുടെ വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റ് ഭയങ്കര കുറവാണ്. എന്നാൽ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഒരു എർട്ടിഗയുടെ CNG വാഹനമാണ്. പല ജനറേഷനിൽ കടന്ന് എർട്ടിഗ ഇപ്പോൾ CNG ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10,000 കിലോമീറ്ററോളം ഓടിയിട്ടുള്ള മാരുതിയുടെ ഒരു CNG വാഹനത്തിനെയാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതൊരു 2024 മാർച്ച് മോഡൽ എർട്ടിഗ ആണ്. വാഹനം എടുത്തിട്ട് ഒരു വർഷം ആവുന്നേ ഉള്ളൂ. തൃശ്ശൂരിലുള്ള അമല സ്വദേശി ശ്രീജിത്തിൻ്റെതാണ് ഈ ഒരു വാഹനം. അപ്പോൾ എന്തായാലും നമുക്ക് ശ്രീജിത്തിനെ വീഡിയോയിലേക്ക് ക്ഷണിക്കാം. ശ്രീജിത്താ, മോട്ടോമിത്രയിലേക്ക് സ്വാഗതം. എന്താണ് CNGയിലേക്ക് വരാനൊരു കാരണം? മുമ്പ് എനിക്ക് ഇത് വണ്ടി ഉണ്ടായിരുന്നു, സെലേരി 2020 വണ്ടി ഉണ്ടായിരുന്നു, CNG തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ചേട്ടന് ഇഗ്നീസ് ഉണ്ടായിരുന്നു, അത് ഓട്ടോമാറ്റിക് ആണ്, അതിൽ CNG കയറ്റിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഫാമിലി ആയിട്ട് തന്നെ CNG ആയിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നതാണ്. അതെ അതെ അതെ. അപ്പോൾ ഇപ്പൊ ഏകദേശം 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് CNGയിൽ. അന്ന് വണ്ടി എടുക്കുമ്പോൾ CNG റേറ്റ് അന്ന് CNGക്ക് 48 രൂപയായിരുന്നു ഒരു കിലോഗ്രാം അടിക്കാം. ഓക്കെ. അന്ന് ഇതുപോലെ തൃശ്ശൂരിലൊക്കെ എല്ലായിടത്തും പമ്പുകളൊക്കെ ഉണ്ടായിരുന്നു? അന്ന് കുറവായിരുന്നു. തൃശ്ശൂര് 1-2 പമ്പുകൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എറണാകുളത്താണ് മെയിൻ ആയിട്ട് പമ്പുകൾ ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ അന്ന് എങ്ങനെയായിരുന്നു അടിച്ച് പല സ്ഥലങ്ങളിലേക്കൊക്കെ എത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അത് കുറച്ച് പെട്രോൾ ഓടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് CNGയിലും വന്നിട്ടുണ്ട്. CNGയില് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും ഉള്ള കാരണമാണ് നമ്മളെ വണ്ടി ഉപയോഗിച്ചോട്ടെ. ചേട്ടൻ ഉപയോഗിച്ചിരുന്ന വണ്ടി ആള് ഇഗ്നീസാണ് ഉപയോഗിക്കുന്നത്, ഓട്ടോമാറ്റിക്. പെട്രോൾ ആയിരുന്നു, CNG പുറമേ നിന്ന് ചെയ്തതാണ്. ചേട്ടാ, ഇപ്പോൾ വീട്ടിൽ തന്നെ ഇപ്പൊ പുറത്തുനിന്ന് CNG ചെയ്ത വണ്ടി, അതുപോലെ തന്നെ കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതാ ശരിക്കും ബെറ്റർ? പുറത്തുനിന്ന് ചെയ്യുമ്പോൾ എന്തെങ്കിലും എക്സ്പീരിയൻസിനിടയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കമ്പനി ഫിറ്റിംഗ് വണ്ടിയാണ് എടുക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റ് പുറത്തുനിന്ന് കയറ്റുമ്പോൾ ചെറിയ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ചേട്ടന്റെ വണ്ടിക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ നമ്മള് കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു i10 വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് നല്ല ലാഭമായിട്ടാണ് ഇപ്പൊ പോകുന്നത്. അതുപോലെ തന്നെ ആയിരുന്നോ ലാഭവും കാര്യങ്ങളൊക്കെ? സ്റ്റാർട്ടിങ് കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ച് ഓട്ടം കൂടിയപ്പോഴാണ് ചെറിയ പ്രശ്നങ്ങൾ വന്ന് കാണിച്ചു തുടങ്ങിയത്. അപ്പൊ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോ ഇവിടെ നല്ല കാര്യങ്ങൾ ഷോപ്പും കാര്യങ്ങളും വർക്ക്ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നമായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോ കമ്പനി ഫിറ്റഡ് ആണെങ്കിൽ കമ്പനിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി എന്തായാലും എർട്ടിഗയുടെ വിശേഷങ്ങളിലേക്ക് പറയാം. തീർച്ചയായും. ഒരു സെലേറിയയിൽ നിന്നുള്ളൊരു അപ്ഡേഷൻ ആയിരുന്നു എർട്ടിഗ. എങ്ങനെയുണ്ട്? ഞാനത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാറ്റാനുള്ള പ്രധാന കാരണം ആ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സെലേരിക്ക്. കിലോമീറ്റർ എത്ര ഉണ്ടായിരുന്നു? അത് 80,000 കിലോമീറ്ററിലാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കുറച്ച് അംഗങ്ങൾ കൂടുതലായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാറ്റിയതാണ്. ശരിക്കൊരു ഞാൻ പറയാ എർട്ടിഗ ശരിക്കും ഒരു ഫാമിലി കാർ തന്നെയാണ്. അതെ അതെ അതെ, തീർച്ചയായും. ചെലവ് കുറഞ്ഞ ഒരു വാഹനം. അതെ അതെ. ഒരു അത്യാവശ്യ ഘട്ടത്തില് 7-8 പേർക്കൊക്കെ സുഖമായിട്ട് പോവാം. ശരി. ഇപ്പൊ എർട്ടിഗ ബുക്കിംഗ് ഒരുപാട് ഉണ്ടായിരുന്നോ? അതായത് 6 മാസമാണ് അവർ ബുക്കിംഗ് എന്നോട് പറഞ്ഞത്. അപ്പൊ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മാസത്തിനുള്ളിൽ അവരെനിക്ക് കാര്യങ്ങൾ ചെയ്ത് തന്നു. വണ്ടി അവൈലബിൾ ആയി. അതുപോലെ ഓൺ റോഡ് പ്രൈസ് എത്ര വന്നിരുന്നത് മാർച്ചിൽ? ഓൺ റോഡ് പ്രൈസ് വന്ന് 1462 ഓൺ റോഡ് വന്നിരുന്നത്. 1462. ഇപ്പൊ അത് മാറിയിട്ടുണ്ടാവില്ലേ? ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട്, ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോ ഈ 10,000 കിലോമീറ്റർ കഴിഞ്ഞു, ഫസ്റ്റ് സർവീസിന് എത്ര രൂപ ആയിട്ടുണ്ടാവും? നമുക്ക് ഫസ്റ്റ് സർവീസിൽ കോസ്റ്റ് വന്നിട്ടുള്ളത് ഇപ്പൊ 1,600 രൂപയാണ് കോസ്റ്റ് വന്നിട്ടുള്ളത്. 10,000 കിലോമീറ്റർ. അതെ അതെ അതെ. 1,600. അങ്ങനെയുള്ള ഫിൽറ്റർ മാറിയിട്ടാണ് നമുക്ക് വന്നത്. 1,600 രൂപയാണ് നമുക്ക് ബില്ലായിട്ട് വന്നത്. ഓൺ റോഡ് ഒരു 1462. ഇത് വേരിയന്റ് വരുന്നത് ZXi അല്ലേ? ZXi വരുന്നത്. പിന്നെ അഡീഷണൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അഡീഷണൽ കുറച്ച് ഒരു 50,000 രൂപയുടെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ സെറ്റ്, പിന്നെ ക്രോം ബീഡിങ്, ലൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അലോവിയിലൊക്കെ ഓൾറെഡി വരുന്നതാണ്? അതെ അതെ, കമ്പനി വരുന്നതാണ്. സ്റ്റീരിയോ മാറ്റിയതാണോ അതോ? അല്ല, സ്റ്റീരിയോ അത് തന്നെയാണ് വരുന്നത്. അത് നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തു മാത്രം. ZXiയിൽ ക്യാമറ വരുന്നില്ല? ക്യാമറ വരുന്നില്ല, ബാക്ക് ക്യാമറ വരുന്നില്ല. പിന്നെ ഈ ക്രോം കാര്യങ്ങളൊക്കെ ക്രോമും കാര്യങ്ങളും ചെയ്തു. 50,000 രൂപയുടെ വർക്ക് ചെയ്തു. ഓക്കെ.
എന്തായാലും എർട്ടിക CNG എടുക്കുന്നതിന് മുമ്പ് കുറെ പേരോട് സജഷൻ എടുത്തിട്ടുണ്ടാവുമല്ലോ. ഓൾറെഡി ടാക്സിയിലൊക്കെ ഒരുപാട് വണ്ടികളുണ്ട്. എന്തായിരുന്നു ഒരു അഭിപ്രായം? സജഷൻ ഞാൻ കുറച്ച് ആൾക്കാരോട് ചോദിച്ചിരുന്നു, ഉപയോഗിച്ചുള്ള ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ കുറച്ച് പേരോട് എന്നോട് പറഞ്ഞ ഇലക്ട്രിക് വണ്ടി എടുത്തുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ വെച്ചാൽ ഇലക്ട്രിക് വണ്ടി എടുക്കാനുള്ള ടൈം ആയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചാർജിങ് പോയിന്റും കാര്യങ്ങളൊക്കെ, അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കിലോമീറ്റർ കൂടുതലുള്ള വണ്ടികൾ കിട്ടണം. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇപ്പൊ കുറവാണ് വണ്ടികൾ ഉള്ളത്. ഞാൻ വീണ്ടും CNGയിലേക്ക് തന്നെ മാറാൻ തീരുമാനിച്ച അങ്ങനെയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് കുറച്ച് വലിപ്പമുള്ള വണ്ടി വേണം, അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ CNG നോക്കിയത്. ചേട്ടാ, ഇതിലിപ്പോ ഫുൾ ടാങ്ക് CNG അടിച്ചു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ വരെ ഓടുന്നുണ്ട്? എങ്ങനെ? ഏകദേശം ഒരു 190 കിലോമീറ്ററാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 700 രൂപയ്ക്ക് നമ്മൾ അടിക്കണത്, ഓടിക്കൊണ്ടിരിക്കണത്. സെലറിയോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടത്? സെലറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൈലേജ് കുറവാണ് എർട്ടിഗയ്ക്ക്. അതിന് ഏകദേശം 230, 240 ഒക്കെ കിട്ടിയിരുന്നു. ഇത് 700 രൂപയ്ക്ക് അടിക്കുമ്പോ കിട്ടിയിരുന്നു. അത് നോക്കുമ്പോ സെയിം വലിപ്പം തന്നെയല്ലേ? സെയിം വലിപ്പം തന്നെയാണ് വരുന്നത്. അപ്പോ ചെറിയ മാറ്റം ഉണ്ട്. നല്ല രീതിയിൽ മാറ്റമുണ്ട്. അത് ഇനിയിപ്പോ കമ്പനി സർവീസ് കുറച്ച് കൂടുമ്പോ കിട്ടുന്നു വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഹൈവേകളിൽ ഓടുമ്പോ കിട്ടുന്നു ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എങ്ങനെ ഓട്ടം കൂടുതൽ ടൗണിലാണോ? ഇപ്പൊ ടൗണിലാണ് ഓട്ടം കൂടുതൽ. പിന്നെ റോഡുകളിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ പമ്പുകളിലുള്ള വെച്ച് കഴിഞ്ഞാൽ മിക്ക പമ്പുകളിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കുറവാണ്. അപ്പൊ അതുകൊണ്ടുള്ള ഇതാണ് പിന്നെ ഇതിൽ വരുന്ന വേരിയന്റ് വരുന്നത്. ഈ ഓട്ടോറിക്ഷക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പ്രഷർ നോക്കിയിട്ടാണ് അടിക്കാറ് എന്നുള്ളത്. അതെ. അതിന്റെ ശരിക്കുള്ള കാര്യം എങ്ങനെയാ? അതിലെന്താ വെച്ചാല് നമുക്ക് നമ്മുടെ ഇവിടെ പൈപ്പ് ലൈനുകൾ ഇല്ല. അതായത് വണ്ടികളിൽ നിന്ന് പാലക്കാട് നിന്നും എറണാകുളത്ത് നിന്നും കൊടുന്ന് നമ്മളിവിടെ നിർത്തിയിട്ടാണ് കംപ്രസർ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പമ്പില് വണ്ടി സ്റ്റോക്ക് വെക്കുന്നത്. അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആ പ്രഷർ വണ്ടിയിലത്തെ അളവ് കുറയുന്നതനുസരിച്ച് പ്രഷർ കുറഞ്ഞു വരും. അപ്പൊ നമ്മുടെ വണ്ടിയിലേക്ക് വരുന്ന പ്രഷർ കുറഞ്ഞു വരും. ഈ കുറഞ്ഞ പ്രഷർ അടിക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് തീരും. അപ്പൊ അതിനനുസരിച്ച് അതായത് ഫുൾ ആവില്ല, പെട്ടെന്ന് ക്ലോസ് ആവും. 5 വർഷത്തെ എക്സ്പീരിയൻസിൽ CNG ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതൊന്ന് പറയാൻ പറ്റും? അത് തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ ശ്രദ്ധിക്കാനായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 കൊല്ലം കൂടുമ്പോൾ ഇതിന്റെ സിലിണ്ടർ നമ്മൾ സർവീസ് ചെയ്യണം. അത് നമ്മൾ സർവീസ് കമ്പനിയുടെ സർവീസ് സെന്ററിലൊന്നും ഇല്ല. അത് എറണാകുളത്ത് പട്ടിമറ്റത്താണ് ഇപ്പൊ ഉള്ളത് നിലവില്. നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് അത് സർവീസ് ചെയ്യണം. എന്നിട്ട് അതിന്റെ പേപ്പർ നമ്മൾ വെക്കണം. അതാണ് ഇതിൽ പ്രധാനമായിട്ട് കാര്യം. അത് എങ്ങനെയാ പോയ അന്ന് തന്നെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി അവിടെ നിർത്തി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ 2 മണിക്കൂറിനുള്ള പരിപാടികൾ അവർ തീർത്ത് തരും. അതിൽ അവർ എന്തൊക്കെ ചെയ്യുന്നത്? നമുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഊരിയെടുത്ത് ആ ടാങ്ക് ക്ലീൻ ചെയ്ത് ലീക്ക് ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് 3 വർഷം പീരീഡ് അങ്ങനെയാണോ ഗവൺമെന്റ്? അതാണ് 3 വർഷമാണ് വണ്ടിയുടെ എല്ലാ CNG വണ്ടികളിലും 3 വർഷം കൂടുമ്പോ ഇത് ചെയ്യണം. ഇപ്പൊ സെലറിയിൽ അത് ചെയ്തിട്ടുണ്ടാവും? സെലറി തീർച്ചയായിട്ടും ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഇവിടെ തുടങ്ങുന്നൊക്കെ പറഞ്ഞിരുന്നു തൃശ്ശൂര്. പക്ഷെ തൃശ്ശൂർ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഉപയോഗിക്കുന്നവര് ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാ? ഇപ്പൊ പമ്പിലെത്തി കഴിഞ്ഞാൽ അതില് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് CNG വണ്ടി ഉപയോഗിക്കലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല വെച്ചാൽ നമ്മള് CNG നിറയ്ക്കുമ്പോ നമ്മൾ ഇറങ്ങി നിൽക്കണം. എല്ലാരും വണ്ടിയുടെ ഭാഗമാണ് എല്ലാരും പറഞ്ഞത്. അത് ഇറങ്ങി നിൽക്കണം എന്ന് വേണം. അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് പാസഞ്ചറും ആൾക്കാരുണ്ടെങ്കിൽ ബാക്ക് സീറ്റിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇറക്കി. പക്ഷെ അത് ഗവൺമെന്റ് പറയുന്നത് ഒരു സേഫ്റ്റി ഭാഗമായിട്ടാണ്. അത് മാത്രമാണ് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഇതിൽ തോന്നിയിട്ടുള്ള കാര്യം. വേറെ ബുദ്ധിമുട്ടുകളും എനിക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഇവിടെ CNG പൈപ്പ് ലൈനുകളൊക്കെ വരുമ്പോ നമ്മളെ ഈ അടിക്കുന്ന കാര്യങ്ങളൊക്കെ മെച്ചപ്പെടും. അതേപോലെ പ്രഷറും കാര്യങ്ങളൊക്കെ കൂടും. അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പമ്പുകളിലേക്കൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ ബെറ്റർ. CNG ഉള്ള ഒരു വണ്ടി ഉള്ള ആൾക്കാർക്ക് ഒരു പേടിയുണ്ട്, അല്ലെങ്കിൽ CNG ആക്കാൻ പറയുമ്പോൾ കുറെ പേർക്ക് പേടിയുണ്ട്. മാർക്കറ്റ് വാല്യൂ കുറയും, വണ്ടിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറെ പേരുണ്ട്. ഇപ്പോൾ സെലറിയോ കൊടുത്തിട്ട് ഈ വണ്ടി എടുത്തുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് അതിലൊരു അഭിപ്രായം? അതിൽ മാർക്കറ്റ് വാല്യൂല് കുറയുന്ന എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ വണ്ടി ഞാൻ ഓടിച്ച് 80,000 കിലോമീറ്റർ ഓടിച്ചിട്ട് ഞാനത് വിൽക്കുമ്പോൾ അത്യാവശ്യം മാർക്കറ്റ് വാല്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികൾ CNG വണ്ടികൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ റണ്ണിങ് ഓടും, കിലോമീറ്റർ ഓടും, അത്യാവശ്യം കിലോമീറ്റർ ഓടും. അതാണ് ആ വണ്ടിയുടെ ലാഭം. അതായത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നാണ് ഈ ഇതിന്റെ CNG വണ്ടികളുടെ ഉപയോഗം. അല്ലാതെ നമുക്കിപ്പോ മാസത്തിലൊരു 500 കിലോമീറ്റർ ഓടുന്ന ആൾക്ക് CNG വണ്ടി മേടിച്ചിട്ട് ഒരു ഉപകാരമില്ല. 10,000 കിലോമീറ്റർ ഓടി. അപ്പൊ നമുക്ക് മാക്സിമം കിലോമീറ്റർ ഓടുന്ന ആൾക്ക് ഏറ്റവും
ലാഭമാണ് ഈ വണ്ടികൾ CNG വണ്ടികൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പലരും മാർക്കറ്റിൽ പറയുന്നുണ്ട് പൊട്ടിത്തെറിക്കും. അതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാണ്. ഞാൻ ആദ്യ കാലത്ത് 2020 ഞാൻ ഉപയോഗിക്കുമ്പോൾ പറയും വണ്ടി പൊട്ടിത്തെറിക്കും, പേടിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അതൊക്കെ വെറുതെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള വണ്ടികൾ 2020 തൊട്ടാണ് നമുക്ക് വന്നു തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ മുംബൈയിലൊക്കെ അതെ മുംബൈയിലൊക്കെ വണ്ടികൾ മുംബൈ ഉണ്ട്, CNG വണ്ടികൾ കണ്ടമാനുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോ വീട്ടില് ഇഗ്നീസ് എങ്ങനെയാ, സെലേറിയോ വന്നതിന് ശേഷം ഇഗ്നീസ് അങ്ങനെ ആക്കിയതാണോ അതോ ഇഗ്നീസ് ആണോ ആദ്യം? ഞാൻ സെലേറിയോ ഉപയോഗിച്ചു തുടങ്ങിയപ്പോഴാണ് ചേട്ടൻ അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളും ചേട്ടന് അത്യാവശ്യം ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആള് അതിലേക്ക് മാറിയത്. ആള് അത്യാവശ്യം കിലോമീറ്റർ ഇപ്പൊ ഓടിയിട്ടുണ്ട്. നോക്കുമ്പോ അതൊരു മെച്ചമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇഗ്നീസ് ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? ആൾക്ക് ഏകദേശം 1.5 ലക്ഷം 2 ലക്ഷം കിലോമീറ്ററിന്റെ അടുത്തായിട്ടുണ്ട്. ഓട്ടോ ഓടി. ഇപ്പോ ചേട്ടനുമായിട്ട് എനിക്ക് സംസാരിച്ചതിൽ തോന്നിയൊരു കാര്യം, മൈലേജ് കുറച്ച് ഷോർട്ടാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ഒരു ഡീസൽ എർട്ടിക ഉപയോഗിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ CNG യിലേക്ക് വരുമ്പോൾ ഇത്ര പോരാ എന്നുള്ളതിന് എനിക്കൊരു തോന്നലുണ്ട്. അപ്പോൾ ചേട്ടൻ മറ്റുള്ളവരായിട്ട് ഒന്ന് കമ്പയർ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ? ഇപ്പൊ നോക്കുമ്പോൾ ഞാൻ സംസാരിച്ചപ്പോ സർവീസ് സെന്ററിൽ അവർ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു അടുത്ത സർവീസ് കൂടി ആകുമ്പോ ഒന്നുകൂടി നമുക്ക് കിട്ടും എന്നാണ് അവർ പറയണത്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് അടുത്ത സർവീസിൽ ആകുമ്പോഴേക്കും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് അവർ പറഞ്ഞത്. മറ്റേതെങ്കിലും ഒരു CNG വണ്ടി XL6 അങ്ങനെ ഏതെങ്കിലും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിരുന്നോ? XL6 ആണെന്ന് നോക്കിയിരുന്നു. ഞാൻ നാളെ ആദ്യം തൊട്ട് XL6 ആണ് നോക്കിയിരുന്നു പോയത്. അപ്പൊ നോക്കിയപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് XL6 6 സീറ്റല്ലേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ ആൾക്കാരുള്ളത് കൊണ്ട് അതില് കൂടുതൽ കംഫർട്ട് ബാക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റും. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അർട്ടികളിൽ ബാക്കില് സ്ഥലം കുറവായിരുന്നു. പിന്നീട് ഉള്ളത് ഇപ്പൊ അത്യാവശ്യം ഒരു ഇതുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. ഞാൻ വന്ന വശം വണ്ടിയുടെ ഡിക്കി നോക്കിയത് അതുകൊണ്ടാണ്. CNG എങ്ങനെയാണ് അവിടെ, എനിക്ക് വലിയ ഡിക്കി കുറവായിട്ടൊന്നും തോന്നിയില്ല. കാരണം ഒരു ചെറിയ ബോക്സ് ഒക്കെ ആയിട്ട് അവരവിടെ നമുക്ക് ആ സൈഡിൽ ബാഗുകളൊക്കെ ആയിട്ട് വെക്കാൻ പറ്റും. അത്യാവശ്യം അതായത് പഴയ എർട്ടികയിൽ കൊള്ളുന്ന സാധനങ്ങളൊക്കെ ഇതിലും കൊള്ളും. ശരിയാണ്. ഒരു CNG അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഫീലിനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ശരിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ടയർ താഴ്ത്താണ് വരുന്നത്. നമ്മൾ ഇന്നോവയുടെ പോലെ തന്നെ താഴ്ത്താണ് വരുന്നത്, സ്റ്റെപ്പിന് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തിരി സ്പേസ് ആയിട്ട് നമുക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. എന്തായാലും മോട്ടോമിത്രയ്ക്കും പ്രേക്ഷകർക്കും നല്ലൊരു CNG എക്സ്പീരിയൻസ് തന്നതിന് നന്ദി. മറ്റൊരു വാഹന വിശേഷവുമായിട്ട് വീണ്ടും കാണുമായിരിക്കും. നന്ദി, നമസ്കാരം. അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളൊന്ന് ഫോളോ ചെയ്യുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.